കേരളത്തിലേക്ക് വരുമ്പോൾ സർവ്വസാധാരണക്കാരായ ആൾക്കാരാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ പിന്നെ ആശ്രയിക്കുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ആദിവാസി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആദിവാസി രോഗികൾക്ക് തന്നെ സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെയധികം അതുകൊണ്ടും ഈ തിരുവനന്തപുരം എല്ലാ മെഡിക്കൽ കോളേജുകളും ഗുണ്ടാവിളയാട്ടത്തിന്റെ നാടായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്രയോ കിലോമീറ്റർ, അതായത് ഒരു ചുരം ഇറങ്ങി, അതായത് വയനാടിന്റെ അങ്ങേയറ്റത്തുനിന്ന് മുതൽ വടക്കേ വയനാട്ടിൽ നിന്നും തെക്കേ വയനാട്ടിൽ നിന്നും ഒക്കെ ഉള്ളവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വരേണ്ടത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോഴേക്കും വലിയ രോഗികളൊക്കെ മരിച്ചു പോകും. മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യാതൊരു ചികിത്സാ സാധ്യതകളും അവിടെ ഇല്ല. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് പേരിന് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ ഒന്ന് നന്നാക്കണം. ഈ ട്രൈബൽസിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ്, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോഴിക്കോട് മാനന്തവാടി മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജുകൾക്കാണ്. പക്ഷെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തരത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ആതുര ശുശ്രൂഷ മേഖലകളാണോ അതോ ഈ അശരണരായി സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന രോഗികളെ കൂട്ടക്കുരുതി നടത്തുന്ന ഇടങ്ങളായി മാറുകയാണോ എന്ന സംശയമാണ് നമുക്ക് തോന്നിപ്പോവുക. ലോകത്ത് എവിടെയാണെങ്കിലും ആതുര ശുശ്രൂഷ രംഗത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്. അങ്ങനെ ആദരിക്കപ്പെടേണ്ടവർ സ്വയം കൃതാനർത്ഥം എന്ന പോലെ ഇതുപോലെ, അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുക. ഇപ്പൊ അതിനെതിരായിട്ട് തന്നെ ഗവൺമെന്റ് ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഫലത്തിൽ ഇതിനകം തന്നെ 80-ലധികം ഡോക്ടർമാരെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. എത്ര ശിക്ഷകൾ നടപ്പാക്കിയാലും എത്ര വലിയ ശമ്പളം കൊടുത്താലും സ്വന്തം പോക്കറ്റ് ഇനിയും വളർത്തണം എന്ന വിചാരം കൊണ്ട് മാത്രം, സ്വന്തം ധർമ്മം മെഡിക്കൽ കോളേജിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലാണ് എന്നിരിക്കെ അതിന് സമയപരിധി വെച്ചിട്ടാണ് സ്വകാര്യ പ്രാക്ടീസിന് ഇവരൊക്കെ പോകുന്നത്. അപ്പൊ അത്തരക്കാർക്കും വളരെ കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയും കൈവിലങ്ങ് അണിയിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇളവ് ചെയ്യാൻ പാടില്ല. ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർ ആതുര ശുശ്രൂഷകരായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റണം. അങ്ങനെ അല്ലാത്തവർക്ക് കയ്യാമം വെക്കാൻ ഗവൺമെന്റ് മടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം എന്താണ്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്, ലേബർ റൂമിൽ പ്രസവ വേദന അനുഭവിച്ചു പുളയുന്ന ഒരു സ്ത്രീയെ അവരെത്ര കരഞ്ഞിട്ടും എത്ര വിളിച്ചിട്ടും അവരെ ശ്രദ്ധിക്കാനായിട്ട് ഗൈനക്കോളജിസ്റ്റുകൾ വരുന്നില്ല. ഒരുപാട് രോഗികൾ ഉണ്ടാകാം. ചിലരൊക്കെ അതികഠിനമായിട്ട് അലറി വിളിക്കും. വേദന തുടങ്ങുമ്പോൾ തന്നെ അലറി വിളിക്കുന്നവർ കാണും. വളരെ വേദന കടിച്ചമർത്തി ഇപ്പൊ ഡോക്ടർ വരും എന്ന് വിചാരിച്ചിരിക്കുന്നവരും കാണും. ഒരു പക്ഷെ നമ്മുടെ ഈ പേഷ്യന്റ് ആ രീതിയിൽ വളരെ വേദന കടിച്ചമർത്തി ഇരുന്നിരിക്കാം. അപ്പൊ അലറി വിളിക്കുന്നവരുടെ അടുത്ത് ഡോക്ടർ ചെല്ലുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ സൗമ്യമായിട്ട് വേദനയൊക്കെ കടിച്ചമർത്തി സ്വന്തം സംസ്കാരം മൂലം ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് തന്നെ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കാതിരിക്കാം. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ സംഭവിച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജിൽ എത്തിപ്പെട്ടിട്ട് പോലും, ലേബർ റൂമിലായിരുന്നിട്ട് പോലും തക്ക സമയത്ത് ഡോക്ടറുടെ ശ്രദ്ധ കിട്ടാതെ, ഡോക്ടറുടെ സഹായം കിട്ടാതെ ആ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ, അതായത് മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം അവരെ അവസാനം ഡെലിവറി കോർട്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ സമയം കഴിഞ്ഞിരുന്നു. കുട്ടിയെ ജീവനോടെ കിട്ടിയെങ്കിൽ പോലും കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് എന്താ പറയുക, ശ്വാസകോശത്തിലും ബ്രെയിനിലും എല്ലാം രക്തം കയറി എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം ഒരു ഗുരുതരാവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് അവരുടെ പ്രസവം നടത്തിയത് എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ശോച്യാവസ്ഥയിലേക്കാണ്, അതായത് അലസതയിലേക്കാണ്. സാധാരണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ
ഏറ്റവും മിടുക്കരായ ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും, കാരണം അവരൊക്കെ PSC കഴിഞ്ഞ് വരുന്നവരാണ്. അങ്ങനെ PSC കടന്നു വരുന്ന ഏറ്റവും മിടുക്കർ അതിസമർത്ഥർ പ്രവർത്തിക്കുന്ന മേഖലയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എന്നുള്ള ഒരു ധാരണയോടുകൂടി ധൈര്യത്തോടെയാണ് ഏത് രോഗിയും ഒരു മെഡിക്കൽ കോളേജിലേക്ക്, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുന്നത്. അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജ് പോലെയല്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പണം കൊടുത്താൽ ആർക്കും കയറി പറ്റാം. അതായത് പൈസ കൊടുത്ത് ഡിഗ്രി വാങ്ങിയവരും ചിലപ്പോൾ മെഡിക്കൽ രംഗത്ത് പ്രാക്ടീഷണറായിട്ട് കയറി പറ്റാം. പക്ഷേ PSC കടന്നു വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമ്മളുടെ വിശ്വാസം അർപ്പിക്കുന്നത്, അവരുടെ കഴിവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് ആ പേരൻസിന് വളരെ ആഗ്രഹിച്ചിരുന്ന, വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ആ കുട്ടി അവർക്ക് നഷ്ടപ്പെടുന്നു. ആ കുഞ്ഞിനെ ജീവനോടെ ഒന്ന് കാണാൻ അവർക്ക് പറ്റിയില്ല. ICUവിൽ നിന്ന് മരിച്ച കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. അത്തരം ഒരു ദുരവസ്ഥയിൽ പോലും ഡോക്ടേഴ്സ് ഒത്തുനിൽക്കുന്നു എന്നതാ ഓർക്കേണ്ടത്. ആരുടെ ഭാഗത്തെ പാകപ്പിഴ ആണ് എന്ന് നോക്കി അവരെ ഒറ്റപ്പെടുത്തി അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് പകരം എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുകയാണ്. ഇങ്ങനത്തെ കളിയാണ് നമ്മൾ കണ്ടത്. പിന്നെ കോഴിക്കോട് നമ്മൾ കണ്ടത് അതിജീവിതയുടെ കഥ. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ കാലത്തും ഇതുപോലെയുള്ള അവഗണനകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരുപാട് കുട്ടികൾ, അതായത് ഹൈലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട്. അതിലൊരു നല്ല പങ്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളും ഇതുപോലെ ഡോക്ടർമാരുടെയൊക്കെ ശ്രദ്ധക്കുറവ് മൂലം പ്രസവത്തോടു കൂടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ പ്രത്യാഘാതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.